പ്ലാൻ ഫണ്ട് അൺടൈഡ് ആയിട്ടുള്ള പ്ലാൻ ഫണ്ട് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ വർഷവും ഏതാണ്ട് 4000-5000 കോടിയുടെ അൺടൈഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കോഴ്സുകൾ, ഏതൊക്കെയോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇടയ്ക്ക് ഒരു ബിഗ് ബോസിൻ്റെ സെക്കൻഡ് വിന്നർ ആയിരിക്കുന്ന ഒരു ലേഡി അവിടെ പോയി ഒരു പ്രോജക്റ്റ് എടുത്തു. അതിന് ഏകദേശം ഒരു 2 to 3 CR മാറ്റി വെച്ചിട്ട് അവർക്ക് യാതൊരുവിധ സാധനങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ധന്യരാമൻ ഇതുവരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ധന്യരാമൻ്റെ വാക്ക് നിന്നിട്ട് ഞാൻ കണ്ടെടുക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഇരിക്കാനൊരു കസേര പോലും ഇല്ല. 50 ലക്ഷം രൂപയും മറ്റുമാണ് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ എത്രയോ പ്രോജക്റ്റുകൾ സാറ് കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാർ ഇതിനെതിരെ റിയാക്ട് ചെയ്തതിനനുസരിച്ച് സാർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കേരളത്തിൽ SC/ST ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്ലാൻ ഫണ്ട് അൺടൈഡ് ആയിട്ടുള്ള പ്ലാൻ ഫണ്ട് ഏറ്റവും കൂടുതലുള്ളത്. SC/ST OBC ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാ വർഷവും ഏതാണ്ട് 4000-5000 കോടിയുടെ അൺടൈഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. കേന്ദ്ര ഫണ്ടും എല്ലാം കൂടെ ചേർത്ത് വേറെ ഒരു വകുപ്പിലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും അൺടൈഡ് ആയിട്ട്. നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എത്രയോ വർഷമായിട്ട് തുടരുന്ന ഒരു ക്ലീഷേ എന്നല്ല പറയാം, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ട്രെയിനിങ്ങിൻ്റെ മറവിൽ നിരന്തരം ഒരേ കക്ഷികൾ തന്നെ ഒരേ ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്തതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കടലാസിൽ ഇതുപോലെ പല എന്താ പറയുക, ആർക്കും ഒരു ഉപകാരമില്ലാത്ത പല കോഴ്സുകൾ, ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കോഴ്സുകൾ, ഏതൊക്കെയോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അന്തം വിട്ടുപോയി എന്തായി നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ. അത് സെൻട്രലൈസ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നതുകൊണ്ട് ജില്ലാതലത്തിലും ഇതേ പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു മാഫിയ ഓപ്പറേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്ന ആ പീരീഡിൽ നമ്മൾ വർക്കിംഗ് ഇതിനകത്തൊക്കെ വരുന്ന എല്ലാ പ്രോജക്റ്റുകളും സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു, അല്ലെങ്കിൽ മുൻപ് എത്ര കൊടുത്തു, ഇത്തവണ നിങ്ങളിത് ട്രെയിനിങ് പ്രോജക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ ജോലി എത്ര പേർക്ക് ഉറപ്പ് പറയുന്നു, ജോലി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് പൈസ നമ്മൾ കട്ട് ചെയ്യും, നിങ്ങൾക്കത് ഫുൾ എമൗണ്ട് തരില്ല എന്ന രീതിയിലുള്ള നിബന്ധനകളും മറ്റുമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം കൂട്ടത്തോടെ ഇവർ ട്രെയിനിങ് അങ്ങ് നിർത്തിവെച്ചു. ഡയറക്ടറേറ്റിൽ നിന്ന് ഇത്, കാരണം ഈ സ്പെഷ്യൽ സെക്രട്ടറി പോട്ടെ എന്നുള്ള രീതിയിൽ, ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും വന്നാൽ മതി എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് നിർത്തിവെക്കുകയും ആ ഫണ്ട് മനഃപൂർവ്വം ലാപ്സാക്കി കളയാം എന്നുള്ള രീതിയിലുള്ള, അപ്പോഴും ചീത്തപ്പേര് വരുമല്ലോ, ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല എന്നുണ്ട്. പക്ഷെ അത് നമ്മളന്നൊരു ഫൈറ്റ് മോഡിൽ എടുത്തിട്ട് എങ്ങനെയും നല്ല ട്രെയിനിങ് പദ്ധതികൾ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് ഇത് EOI ഒക്കെ വിളിച്ച് നല്ല കുറേ ട്രെയിനിങ്ങുകൾ അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു.